ഉപതിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പാലക്കാട് മണ്ഡലം കോൺഗ്രസിന് പ്രതിസന്ധി തീർക്കുകയാണ്. പാലക്കാട് ഷാഫി പറമ്പലിനു പകരക്കാരനായി നടൻ രമേശ് പിഷാരടി എത്തിയേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കി നടൻ രമേശ് പിഷാരടി എത്തിയതോടെ അതിന് തീരുമാനമായി. വാർത്ത തള്ളി താരം രംഗത്തെത്തിയത് ഫേസ്ബുക്കിലൂടെയാണ്. എന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ ശരിയല്ല. പാലക്കാട്, വയനാട്, ചേലക്കര പ്രവർത്തനത്തിനും പ്രചരണത്തിനും ശക്തമായി UDF-നൊപ്പം ഉണ്ടാകുമെന്ന് രമേശ് പിഷാരടി ഫേസ്ബുക്കിൽ കുറിച്ചു. പാലക്കാട് സ്വദേശിയാണ് പിഷാരടി. കോൺഗ്രസ് പരിപാടികളും തിരഞ്ഞെടുപ്പ് യോഗങ്ങളിലും പ്രചരണങ്ങളിലുമെല്ലാം സജീവമാണ് താരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിൽ ഷാഫിക്ക് വേണ്ടിയും രമേശ് പിഷാരടി പ്രചരണത്തിന് ഇറങ്ങിയിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു അദ്ദേഹം മത്സരിച്ചേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നത്. ഇതിലാണ് ഇപ്പോൾ താരം വ്യക്തത വരുത്തിയിരിക്കുന്നത്. അതിനിടെ പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് കെ മുരളീധരനും വ്യക്തമാക്കിയിരിക്കുകയാണ്. തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ താൻ മത്സരിക്കാനില്ലെന്നും രാഷ്ട്രീയ രംഗത്ത് നിന്ന് മാറി നിൽക്കുമെന്നും മുരളീധരൻ പറഞ്ഞിരുന്നു. എന്നാൽ വയനാട്ടിൽ പ്രിയങ്ക മത്സരിക്കാൻ എത്തുന്ന സാഹചര്യത്തിൽ പ്രചരണത്തിൽ നിന്ന് വിട്ടുനിൽക്കില്ലെന്നും സജീവമായി തന്നെ ഭാഗമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. നെഹ്റു കുടുംബാംഗമായ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ ഒരു കോൺഗ്രസ് പ്രവർത്തകനും മാറി നിൽക്കാനാകില്ല. അതിനാൽ പ്രിയങ്കയ്ക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങും. എന്നാൽ പാലക്കാട് മത്സരിക്കാനില്ല. വട്ടിയൂർക്കാവ് തന്റെ വീടാണ്. സമയമുള്ളതിനാൽ ഇനി വട്ടിയൂർക്കാവിൽ എല്ലാ കാര്യങ്ങളിലും സജീവമായി ഉണ്ടാകുമെന്നാണ് മുരളീധരൻ പറയുന്നത്. മുരളീധരൻ പാലക്കാട് മത്സരിക്കണമെന്നാവശ്യപ്പെട്ട് നഗരത്തിൽ പലയിടങ്ങളിലും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരുന്നു. മുരളിയേട്ടൻ നയിക്കട്ടെ എന്ന വരികളോടെയായിരുന്നു പോസ്റ്റർ. ഇക്കുറി BJP കനത്ത മത്സരം കാഴ്ചവെച്ചേക്കാൻ സാധ്യതയുള്ളതിനാൽ കരുത്തൻ തന്നെ ഇറങ്ങണമെന്നതാണ് പാർട്ടിയിലെയും നിലപാട്. മുരളീധരനെ പോലൊരു നേതാവ് പാലക്കാട് വന്നാൽ എളുപ്പം ജയിച്ചു കയറാമെന്നാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. മുരളീധരൻ എവിടെ നിന്ന് മത്സരിച്ചാലും ജയിക്കാൻ സാധ്യതയുള്ള നേതാവാണെന്നാണ് പാലക്കാട് DCCയും പ്രതികരിച്ചത്. ഈ സാഹചര്യത്തിൽ KPCC നേതൃത്വം എന്ത് നിലപാട് എടുക്കുമെന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്. അതേസമയം BJPയിലും സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാണ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ BJPക്ക് സാധിച്ചിരുന്നു. തിരഞ്ഞെടുപ്പിൽ എവിടെ മത്സരിച്ചാലും വോട്ടുയർത്തുന്ന ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കട്ടെ എന്നാണ് പാർട്ടിയിലെ വലിയ വിഭാഗം നേതാക്കളും ആവശ്യപ്പെടുന്നത്. ശോഭയെത്തിയാൽ മത്സരം മുറുകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം BJPയുടെ വോട്ട് വിഹിതം കൂട്ടുന്നതാണ് ശോഭാ സുരേന്ദ്രന് അനുകൂലമാകുന്ന ഘടകം. നേരത്തെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലും ശോഭ ഇക്കാര്യം തെളിയിച്ചതാണ്. ഏറ്റവും ഒടുവിൽ ആലപ്പുഴ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ശോഭയുടെ പ്രകടനം മികച്ചതായിരുന്നു. അതേസമയം ശോഭ വരുന്നത് തടയാൻ പാർട്ടിയിലെ ഒരു വിഭാഗം ശ്രമിച്ചേക്കുമെന്നും കേൾക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭാ മണ്ഡല കണക്കുകൾ BJPക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ്.